സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വോട്ടെടുപ്പ് 5 മണിക്കൂർ പിന്നിടുമ്പോൾ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ നല്ല പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മനോജ് മയിൽ ചേരുകയാണ് വിവരങ്ങളുമായി. മനോജ്, വോട്ടെടുപ്പ് ഏകദേശം 5 മണിക്കൂറോളം പിന്നിടുകയാണ്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അടക്കം കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം തന്നെയാണോ? കൃഷ്ണേന്ദു, സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. നല്ല തിരക്ക് രാവിലെ മുതൽ തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉച്ചയോടെ ആകുമ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട്. രാവിലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും 11 മണിയോടുകൂടിയാണ് ഈ പോളിംഗ് മന്ദഗതിയിലേക്ക് വരുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 33% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും അറിയുന്നത്. അതിൽ ഇരിക്കൂർ നിയമസഭാ മണ്ഡലത്തിൽ 30.54%, തളിപ്പറമ്പിൽ 32.41%, അഴീക്കോട് 30.17%, കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ 28.94%, ധർമ്മടത്ത് 32.89%, മട്ടന്നൂർ 33%, പേരാവൂരിൽ 29.68% പേർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കണ്ണൂർ ജില്ലയുടെ മൊത്തം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. ജില്ലയിൽ ആകെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 30% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ഇപ്പോഴും നടക്കുന്നത് പയ്യന്നൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. 34% പേർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കല്യാശ്ശേരിയിൽ 32% പേർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിലും കനത്ത പോളിംഗ് ഇപ്പോൾ നടക്കുന്നു. 32.42% പേർ തലശ്ശേരിയിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശങ്ങളിൽ 32% പേർ വോട്ട് രേഖപ്പെടുത്തി എന്നാണ് ഇപ്പോൾ കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കനത്ത ചൂടാണ് ഈ പോളിംഗ് ഇപ്പോൾ ഈ ഉച്ച സമയത്ത് മന്ദഗതിയിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇസ്ലാം മത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് ജുമാ നിസ്കാരം. അതിന് വേണ്ടി ഈ ആളുകൾ പോയതുകൊണ്ട് അതും ഈ പോളിംഗ് മന്ദഗതിയിലാകാൻ കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തോടുകൂടി ഈ പോളിംഗ് വീണ്ടും സാധാരണ നിലയിലാകാനും വീണ്ടും പോളിംഗ് ശതമാനം ഉയരാനും തന്നെയാണ് സാധ്യത എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു ആശങ്ക, പോളിംഗ് ശതമാനത്തിൽ ഒരു ഇടിവുണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു മന്ദത ചില ഇടങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഏതെങ്കിലും കുറവ് വരാനുള്ള ഒരു സാധ്യതയുണ്ടോ എന്നത് ഒരു ആശങ്കയായി നിൽക്കുന്നു. പക്ഷേ വൈകുന്നേരത്തോടു കൂടി 3 മണിക്ക് ശേഷം ഈ വെയിലിന്റെ കാഠിന്യം അല്പം കുറഞ്ഞാൽ ജുമാ നിസ്കാരം കഴിഞ്ഞ് എത്തുന്ന ആളുകളൊക്കെ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോളിംഗ് ശതമാനം ഉയരും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ പോളിംഗ് പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ കണ്ണൂർ ജില്ലയിൽ ഒരുക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണൻ.